കേരളത്തിലെ ആദ്യ സർട്ടിഫൈഡ് വനിതാ മേസൺ സംഘം സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു. ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ പരിശീലനം പൂർത്തീകരിച്ച 15 വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും IIICയും സംയുക്തമായാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് റൂറൽ മേസൺ ലെവൽ 4 പരിശീലനം പൂർത്തീകരിച്ച 15 വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വീണ എൻ മാധവൻ ഉദ്ഘാടനം ചെയ്തു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ അധ്യക്ഷത വഹിച്ചു. ഈ പദ്ധതി ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുവാൻ ഇവിടുന്ന് കിട്ടിയ ആ ഒരു സഹകരണമാണ് ഞങ്ങളെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ IIICയുടെ ആ ഒരു പ്രവർത്തനം, അവരുടെ സഹകരണം മാത്രമാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ട്രെയിനിങ് പൂർത്തീകരിക്കുവാൻ സാധിച്ചതെന്നുള്ള അഭിമാനകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും IIICയും സംയുക്തമായി ഏറ്റെടുത്താണ് പദ്ധതി പൂർത്തീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഇളമ്പള്ളൂർ, നെടുമ്പന പഞ്ചായത്തുകളിലായി 420 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 വീടുകളുടെ നിർമ്മാണം സംഘം പൂർത്തീകരിച്ചിരുന്നു. വീട് നിർമ്മാണത്തോടൊപ്പം റൂറൽ മേസൺ ലെവൽ 4 ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ പരീക്ഷയും ഈ സംഘം എഴുതി വിജയിച്ചു. സ്ത്രീ ശാക്തീകരണം എന്നാൽ തുന്നലും തയ്യലും കേക്ക് നിർമ്മാണവും ഒക്കെയായി കണ്ടിരുന്ന കാലത്താണ് IIIC ഇത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചതെന്ന് ഡോക്ടർ വീണ എൻ മാധവൻ അഭിപ്രായപ്പെട്ടു. ഫുഡ് കേറ്ററിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് കൂടുതലായിട്ടും സ്ത്രീകൾ പോകുന്നത്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലകളിലും നമ്മുടെ സ്ത്രീകൾ, അല്ലെങ്കിലും കേരളം സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു പുതുമയല്ല, പണ്ട് മുതലേ വളരെ വ്യക്തമായിട്ടുള്ളൊരു പാതയിലോട്ടാണ് പോകുന്നത്. കുടുംബശ്രീ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കൺസ്ട്രക്ഷൻ മേഖലകളിലും അവരുടെ അവരുടെ ഒരു പ്രാഗൽഭ്യം അവർക്ക് തെളിയിക്കാൻ ഒരു അവസരം കൂടെയാണിത്. വെറും നേഷണൽ മാത്രമല്ല, പറഞ്ഞ പോലെ മൾട്ടി സ്കില്ലിംഗ് എന്നുള്ള രീതിക്കാണ് ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. സ്കില്ലിംഗ് കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ ഒരു മേഖലയിൽ സേഫ്റ്റി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയാണ് നമ്മുടെ IIICയിലെ എല്ലാ സ്കില്ലിംഗ് കോഴ്സസും കൊടുക്കുന്നത്. വനിതാ സംഘാംഗങ്ങൾ അവരുടെ പരിശീലന നാളുകളുടെ ഓർമ്മകളും പങ്കുവച്ചു. ആനമെടുക്കുന്നതൊക്കെ നമ്മൾ തൊഴിലുറപ്പ് ചെയ്തുകൊണ്ട് അതുവരെ എല്ലാവരും ഒക്കെ ഒരുവിധം പിടിച്ചു നിന്നു. പിന്നെ നമുക്ക് പാറയുടെ പണി വന്നു. പാറയുടെ പണി വന്നപ്പം നമുക്ക് പരസ്പരം പിണക്കങ്ങളും മറ്റു ഇത് എങ്ങനെ ചെയ്യും, ഞങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും, പാറ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളെ അവിടെ വന്നപ്പോഴേ കണ്ടു, നിങ്ങൾ 4-5 പെണ്ണുങ്ങൾ മാത്രമാണല്ലോ, വനിതകൾ മാത്രമാണല്ലോ ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അന്നേരം തന്നെ നമുക്കൊരു പുരുഷനെയും കൂടെ നമുക്കൊരു സഹായത്തിനായിട്ട് ഹെൽപ്പിനായിട്ട് തന്നു. ആ ആളുടെയും കൂടെ കഴിവിൽ അയാൾക്കിനോട് പഠിക്കാൻ പറ്റി. നമ്മുടെ ബ്ലോക്കിൻ്റെ ഭരണസമിതി ആയാലും നമ്മുടെ BDO ആയാലും മറ്റേ JP സാറായാലും എല്ലാം ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് ഒരു പ്രചോദനമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പദ്ധതി വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. പിന്നെ കമ്പികെട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഷെയ്ഡ് വാർപ്പ് എങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറും എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നെങ്കിലും ഞങ്ങളത് കയറാനും അതെല്ലാം ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബാലഗോപാൽ, മുഖത്തല ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജോർജ് അലൂഷ്യസ്, ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടൊപ്പം ഫ്രാൻസ് ആസ്ഥാനമായുള്ള സ്നൈഡർ ഇലക്ട്രിക് കമ്പനിയുടെയും മലേഷ്യൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മൈവാൻ ഫോം വർക്ക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകളുടെ ഉദ്ഘാടനവും ഡോക്ടർ വീണ മാധവൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ.